ഭഗവാൻ ഗണപതി ബപ്പയുടെ വളരെ പ്രിയപ്പെട്ട ലഡുവാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത്. വളരെ സോഫ്റ്റ് ആൻഡ് ജ്യൂസി ടെക്സ്ചറിൽ സിമ്പിൾ മെത്തേഡിലാണ് നമ്മൾ ഈ ഒരു ലഡു തയ്യാറാക്കുന്നത്. അപ്പോൾ എല്ലാവരും ഓടിവായോ, നമുക്ക് ഈ ഒരു അടിപൊളി ലഡു എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. ഹേ ഗായ്സ്, ദിസ് ഇസ് സൗമ്യ. വെൽക്കം ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ലഡു തയ്യാറാക്കാനായിട്ട് നമുക്കൊരു ബൗൾ ആദ്യം എടുക്കാം. ബൗളിലോട്ട് ഒരു 2 കപ്പ് കടലപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഒരു ഞുള്ള് ബേക്കിംഗ് സോഡയും ഒരു ഞുള്ള് ഉപ്പും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ കൂട്ടത്തിൽ തന്നെ ഒരു ടീസ്പൂണ് ഓയിലും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നോർമൽ വെള്ളം യൂസ് ചെയ്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു ബാറ്റർ ഒന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാം. ഈ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ദാ നോക്കിക്കോളൂ, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. അധികം ലൂസും അല്ല അധികം ഹാർഡും അല്ലാത്ത രീതിയിലാണ് നമ്മൾ ബാറ്റർ റെഡിയാക്കിയിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് കടായിൽ ആവശ്യമനുസരിച്ച് ഓയിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. ഓയിൽ ചൂടായതിനു ശേഷം നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ച് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കറക്കി, നമുക്ക് ഷേപ്പൊന്നും ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് ആഡ് ചെയ്തതിന് ശേഷം നമുക്കൊരു 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം എല്ലാ ഭാഗവും നല്ല ക്രിസ്പിയും നല്ല ലൈറ്റ് ഒരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്നിടം വരെ തിരിച്ചും മറിച്ചും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം നല്ലൊരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡും നല്ലൊരു ക്രിസ്പി ടെക്സ്ചർ ആയിട്ടുണ്ട്. നമുക്കൊരു സ്ട്രെയിനറിലോട്ട് ഇതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. അപ്പോൾ നോക്കിക്കോളൂ, നമ്മുടെ ഈ ഒരു ആദ്യത്തെ ആ ഒരു ഭാഗം നമ്മൾ സ്ട്രെയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. നമുക്ക് ഇതേ സെയിം രീതിയിൽ തന്നെ ബാക്കിയുള്ള ബാറ്റർ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ബാറ്റർ എല്ലാം നമ്മളിവിടെ ഫ്രൈ ചെയ്ത് എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് തണക്കാൻ വേണ്ടിയിട്ടൊന്ന് വെച്ച് കൊടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് പഞ്ചസാര ഒന്ന് ഉരുക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാനിലോട്ട് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിലോട്ട് ഒരു 1/4 കപ്പ് നമുക്ക് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്തതിന് ശേഷം നമ്മുടെ ലഡു ഒക്കെ ലൈറ്റ് ഓറഞ്ച് കളറല്ലേ, അപ്പോൾ ഞാൻ ഒരു ഞുള്ള് ഓറഞ്ച് കളറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഈ ഒരു പഞ്ചസാര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു പഞ്ചസാര ഒരു നൂൽ പരുവത്തിലാണ് നമ്മൾ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് ഉരുകി വരുന്ന സമയം കൊണ്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ബേസ് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അതിനായി നമുക്കൊരു മിക്സി ജാർ എടുക്കാം. മിക്സി ജാറിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ബേസ് നമുക്കിതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പകുതി പോർഷൻ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ലിഡിറ്റ് ക്ലോസ് ചെയ്ത് ഇത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പോൾ നോക്കിക്കോളൂ, ക്രഷ് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലോട്ടൊന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതേ സെയിം രീതിയിൽ തന്നെ മിക്സി ജാറിലോട്ട് ചേർത്ത് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നോക്കിക്കോളൂ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുഞ്ഞു മണി പോലെ നമ്മുടെ മോത്തിച്ചൂർ ലഡുവിൻ്റെ ആ ഒരു ബേസിൻ്റെ ആ ഒരു രീതിയിൽ തന്നെ പൊടിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് പഞ്ചസാര ലൈനി ഒന്ന് ചെക്ക് ചെയ്യാം. നന്നായിട്ടൊന്ന് ബോയിലായി വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഒരു നൂൽ പരുവമായിട്ടുണ്ടെന്ന് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അടിപൊളി പെർഫെക്റ്റ് ആയിട്ട് ഒരു നൂൽ പരുവത്തിൽ നമ്മുടെ ഈ ഒരു പഞ്ചസാര ലൈനി മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ ലോ ഫ്ലെയിം ആക്കിയതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് നമ്മുടെ ഈ ഒരു പഞ്ചസാരയിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇവയെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര ലൈനി എല്ലാം നന്നായിട്ടൊന്ന് മിക്സായി വരുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് നെയ്യിലല്ലല്ലോ ഫ്രൈ ചെയ്തത്, അതിനായിട്ട് നെയ്യുടെ ഒരു ഫ്ലേവറിനായിട്ട് നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂണ് നെയ്യ് ഒന്ന് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്തതിന് ശേഷം അതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആയതിനു ശേഷം നമ്മുടെ പാനിൽ നിന്ന് വിട്ട് വരുന്ന ആ സ്റ്റേജ് ആയതിനു ശേഷം നമുക്കിതിലോട്ട് നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് കാഷ്യൂവും ബാദാമും കുറച്ച് ക്രഷ് ചെയ്തിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ വക ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നല്ലൊരു സോഫ്റ്റ് ഡോ ആവുന്നിടം വരെ നമുക്ക് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഈ വക എല്ലാം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇതിൽ ഏലക്കായുടെ ആ ഒരു ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ അതും കൂടെ 1 ടീസ്പൂൺ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് ആയതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു പ്ലേറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. പ്ലേറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ഇത് തണക്കാൻ വേണ്ടിയിട്ടൊന്ന് വെച്ച് കൊടുക്കാം. നന്നായിട്ട് ഇതുപോലെ തണുത്ത് നമ്മുടെ ഈ ഒരു ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തൊടുമ്പോഴത്തേക്കിന് നല്ല നമുക്ക് കൈമേ പിടിക്കുന്ന പാകത്തിലാണ് തണുത്തിരിക്കുന്നത്. ഇന്ന് നമുക്ക് ഇതിൻ്റെ കുഞ്ഞു നമ്മുടെ ലഡുവിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നമുക്കിത് ബോൾസാക്കി ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഓരോ ബോൾസാക്കി നമ്മുടെ ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റിലോട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഈസി മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നേക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റും നമ്മുടെ കടയിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടി ഏറെ രുചിയിലാണ് നമ്മുടെ ഈ ഒരു ലഡു നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നോക്കിക്കോളൂ, ഇതേ രീതിയിൽ തന്നെ നമുക്ക് എല്ലാം ലഡു ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നോക്കിക്കോളൂ, വളരെ പെട്ടെന്നും ഈസി മെത്തേഡിൽ തയ്യാറാക്കിയിരിക്കുന്ന നമ്മുടെ ലഡു ഇവിടെ റെഡിയായി ഒരു പ്ലേറ്റിലോട്ട് നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വളരെയേറെ സോഫ്റ്റും
ആ ഒരു ഉൾഭാഗം നോക്കിക്കോളൂ, എന്ത് സോഫ്റ്റ് ടെക്സ്ചറിലാണ്, നല്ല മണിയായിട്ട് വാരിയിട്ട് അലിഞ്ഞു പോകുന്ന അത്രയ്ക്ക് സോഫ്റ്റായിട്ടാണ് നമ്മുടെ ഈ ലഡു തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പം എല്ലാവരും ഈ ഒരു ഗണേശ ചതുർത്ഥി ദിനത്തിൽ ഒന്ന് തയ്യാറാക്കി ഭഗവാനെ നിവേദിച്ചോളൂ കേട്ടോ. അപ്പം എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക്, ഷെയർ, ഫോളോ ആൻഡ് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നതിന് വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. കൂടെ തന്നെ എല്ലാവർക്കും ഹാപ്പി ഗണേശ ചതുർത്ഥി.